ഇപ്പോൾ തിരുവനന്തപുരത്ത് വോട്ടുകൊള്ള ആരോപണം ഉന്നയിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരിക്കുകയാണ്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് നേരത്തെ 4 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നീട് ബാരിക്കേഡ് ഇല്ലാത്ത ചില മേഖലകളിലൂടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അപ്രതീക്ഷിതമായി ഈ ഓഫീസിലേക്ക് കടക്കാൻ ശ്രമിച്ചു. പോലീസും പ്രവർത്തകരും മുഖാമുഖമെത്തി. അവിടെ ഏതാണ്ട് സംഘർഷ സാഹചര്യമായിരുന്നു. ഇപ്പോൾ പ്രവർത്തകർ അവിടെ പ്രതിഷേധിക്കുകയാണ്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള പോലീസിന്റെ ശ്രമവും നടക്കുന്നുണ്ട്. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത്. സലീമ, പ്രതിഷേധം വലിയ തോതിൽ സംഘർഷത്തിലേക്ക് നീങ്ങിയിരുന്നു ഇടയ്ക്കല്ലേ? ഇപ്പോഴെന്താണ് അവസ്ഥ? വിജയകുമാർ, ഒരു സാധാരണ നിലയിലുള്ള പ്രതിഷേധം എന്ന നിലയിലാണ് ആ പ്രതിഷേധം തുടങ്ങിയത്. അതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ അപ്രതീക്ഷിത നീക്കം. മറ്റൊരു വഴിയിലൂടെ ബാരിക്കേഡ് ഒഴിവാക്കി പ്രവർത്തകർ ചീഫ് ഇലക്ടറൽ ഓഫീസിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ സംഘർഷത്തിനിടയാക്കിയിരിക്കുന്നത്. ഇപ്പോൾ പോലീസും പ്രവർത്തകരും നേർക്കുനേർ എന്ന നിലയിലായിരുന്നു കുറച്ചു മുൻപ് വരെ ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പ്രവർത്തകരിൽ ചിലർ റോഡിൽ കുത്തിയിരുന്നും മറ്റു ചിലർ മുദ്രാവാക്യം മുഴക്കിയും പ്രതിഷേധിക്കുകയാണ്. അപ്പോഴും ഏത് സമയം വേണമെങ്കിലും ഒരു വലിയ സംഘർഷത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഈ വോട്ട് കൊള്ള ആരോപണത്തിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് ഈ പ്രതിഷേധവുമായി കടന്നു വന്നത്. അതിന് പിന്നാലെ തന്നെ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം പലതവണ ജലപീരങ്കി പ്രയോഗത്തിലേക്ക് കലാശിച്ചിരുന്നു. 4 തവണയാണ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചത്. അതിന് പിന്നാലെ പ്രവർത്തകർ മുദ്രാവാക്യവുമായി തിരികെ മടങ്ങുകയായിരുന്നു. അപ്പോൾ പോലീസ് ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നു എന്നാണ് കരുതിയത്. പക്ഷേ അതിനുശേഷം മറ്റൊരു വഴിയിലൂടെ ബാരിക്കേഡ് ഒഴിവാക്കി പ്രവർത്തകർ ഈ നിയമസഭാ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഈ ചീഫ് ഇലക്ടറൽ ഓഫീസിലേക്ക് വരികയായിരുന്നു. അതോടുകൂടിയാണ് പോലീസും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വല്ലാതെ കുഴഞ്ഞത്. പിന്നാലെ കൂടുതൽ പോലീസുകാർ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. നേരെ ഈ ചീഫ് ഇലക്ടറൽ ഓഫീസിലേക്ക് കടക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമത്തെ പോലീസ് ചെറുത്തു. അതിന് പിന്നാലെ പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെയാണ് പ്രവർത്തകർ ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന് സമരം ചെയ്യുന്നത്. ഈ പ്രവർത്തകർ നേരെ ഈ കെട്ടിടത്തിനുള്ളിലേക്ക് കടക്കാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെട്ടാണ് ഇപ്പോൾ പ്രവർത്തകരെ ശാന്തരാക്കിയിരിക്കുന്നത്. അപ്പോഴും ഒരു സംഘർഷ സാധ്യത ഇവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന പരിപാടികൾ എന്ന നിലയിലേക്കാണ് ഇപ്പോൾ നടക്കുന്നത്.